ഒരു സിനിമ എടുക്കണം ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് തുടങ്ങേണ്ട ഷൂട്ടിംഗ്? മറ്റന്നാൾ തുടങ്ങാം, റെഡി എന്ന് പറയും. ആ രീതിയൊക്കെ മാറണം. ഇതിന് പരിപൂർണമായിട്ട് ഞാൻ പറയുന്നത് നമ്മൾ റൈറ്റേഴ്സ് ആൻഡ് ഡയറക്ടേഴ്സാണ് ഇതിനൊരു നേതൃത്വം കൊടുക്കേണ്ടത് വാസ്തവത്തിൽ. അപ്പോൾ ഞാൻ ആരും കൊടുക്കുന്നില്ല എന്നല്ല പറഞ്ഞത്. കാരണം ഒരു പ്രൊഡ്യൂസർ ഇതിനെപ്പറ്റി ഒന്നും അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് ഗൈഡൻസ് കൊടുക്കുക. അവരുടെ അടുത്ത് എന്ത് ഫൈനാൻസ് ഉണ്ട്, എന്ത് പണം ചിലവാകും. അപ്പോൾ അവർ 3 കോടി എൻ്റെ അടുത്തുണ്ട്, 100 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ആവശ്യമില്ലൊരു സിനിമ എടുക്കാൻ. സിനിമ എടുക്കാൻ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ആവശ്യം ബുദ്ധിയാണ്, ചിന്തിക്കുക. അല്ല, ഇപ്പം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, ഇത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. നമ്മൾ നല്ല സബ്ജക്റ്റുകൾ ജനങ്ങളുടെ മനസ്സിനെ പിടിച്ചിരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ടെക്നിക്ക്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് മനഃശാസ്ത്രം. നമ്മൾ ഈ പേരഭരണയിൽ എല്ലാം കാണിച്ച ഒരു ഉത്സവം പറമ്പ് പോലെ കാണിക്കാതെ ജനങ്ങളുടെ മനസ്സിനെ. ഇപ്പം എൻ്റെ പല സിനിമകളിലും എൻ്റെ അനുഭവം പറയാം. ഇപ്പം നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞ സിനിമ ചെറിയൊരു ത്രെഡാണ്, പക്ഷേ ആ കുട്ടികളുടെ സംഭവങ്ങൾ കാണികളുടെ മനസ്സിനെ പിടിച്ചിരുത്തി. അതുപോലെ തന്നെ സർഗം. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പോൾ ശരിയോ തെറ്റോന്നോ അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി പറയാറില്ല. അപ്പം മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചെടുക്കുന്ന സിനിമകൾ ഉണ്ടാക്കാൻ വലിയ കാശ് വേണ്ട.